അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വഹീഹ് മുസ്ലിം സബഖ് 1. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹി റബ്ബൽ ആലമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിഹിൽ അമീൻ വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, നമ്മൾ ഓതുന്ന കിതാബ് സ്വഹീഹ് മുസ്ലിം. മുസ്ലിം എന്ന പേര് മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കിതാബ് ഹദീസിന്റെ കിതാബാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ദർസിൽ വന്നപ്പോൾ റിയാദ് സ്വാലിഹീൻ എന്ന ഒരു കിതാബ് ഓതിയിട്ടുണ്ട്, അല്ലേ, ഹദീസ് പഠിക്കാൻ. അപ്പോൾ റിയാദ് സ്വാലിഹീൻ ഓതിയപ്പോൾ അതിന് ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഓതിയിട്ട് അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞു ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ് എന്ന്. അപ്പോൾ മുസ്ലിം ആരാണ്? ഒരു ഇമാമിൻ്റെ പേരാണ്, ഒരു ഹദീസ് പണ്ഡിതൻ്റെ പേരാണെന്ന് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബുൽ ഹുസൈൻ മുസ്ലിം ബിനുൽ ഹജ്ജാജ് ബിൻ മുസ്ലിം അൽ കുശൈരിയു നൈസാബൂരിയു റളിയല്ലാഹു അൻഹു എന്ന് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ഇമാം എഴുതിയ കിതാബാണ് ഈ സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് എന്താണെന്നൊക്കെ നമ്മൾ ശേഷം വരും. അപ്പോൾ മഹാൻ എഴുതിയ ഈ കിതാബ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഇതോടൊപ്പം ഹദീസ് എന്താണ്, മർഫു, മൗഖൂഫ് തുടങ്ങിയ ഹദീസിൻ്റെ പല ഇനങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഈ മുസന്നിഫിൻ്റെ ചരിത്രം, ജനനം, മരണം, മുസന്നിഫിൻ്റെ ഉസ്താദുമാർ, മുസന്നിഫിൻ്റെ കിതാബുകൾ, അതുപോലെ തന്നെ ഈ രചനയ്ക്ക് മുസ്ലിം എന്ന കിതാബ് രചിക്കാനുള്ള വർഷങ്ങൾ, എത്ര വർഷം കൊണ്ടാണ് തുടങ്ങിയ ഒരുപാട് ചർച്ചകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൻ്റെ അവസാനം ഒരല്പം പറയാം. ചില ചർച്ചകളൊന്നും നമ്മൾ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ബിസ്മിയുടെ ചർച്ച, ബിസ്മിൻ്റെ മുത്തഅല്ലഖും അതിൻ്റെ റഹ്മാൻ്റെയും റഹീമിൻ്റെ ചർച്ച, അതിൽ തന്നെ ഒരാഴ്ച ചർച്ച. അൽഹംദുലില്ലാ എന്ന അലിഫ്ലാമിനെ പറ്റി ഒരാഴ്ച ചർച്ച. അവിടുത്തെ ഹംദ് 4 വിധമാണ്. അതങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് ആകെ നമുക്ക് മടുപ്പ് പിടിക്കും. അതൊക്കെ പല വട്ടം നമ്മൾ ചർച്ച ചെയ്തതും ചർവണം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഹദീസിലേക്കാണ് കയറി ചെല്ലുകയാണ്. ഇബാറത്തൊന്ന് പരിശോധിക്കാം. ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗം മുഖദ്ദിമത്തുൽ ഇമാമി മുസ്ലിം റഹിമഹുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഖാതമിൻ നബിയ്യീൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അമ്മാ ബഅദ്. فإنك يرحمك الله بالتوفيق خالقك وذكرت أنك هممت بالفحص عن التعرف جملة الأخبار المأثورة عن رسول الله صلى الله عليه وسلم في سنن الدين وأحكامه وما كان منها في الثواب والعقاب والترغيب والترهيب وغير ذلك من صنوف الأشياء بالأسانيد التي بها نقلت وتداولها أهل العلم فيما بينهم فأردت أرشدك الله أن توقف على جملتها مؤلفة محصاة وسألتني أن ألخصها لك في التأليف بلا تكرار يكثر എന്ന ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. മുഖദ്ദിമത്തുൽ ഇമാമി മുസ്ലിം റഹിമഹുല്ല, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹുവിൻ്റെ ഈ കിതാബിൻ്റെ മഹാന്റെ തസ്നീഫിൻ്റെ ആമുഖം, മുഖദ്ദിമ, ആമുഖം, ഇൻട്രൊഡക്ഷൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹിൻ്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ഈ കിതാബ് രചിക്കാൻ ഞാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയത് മുസന്നിഫാണ്. അപ്പം അങ്ങനെ അർത്ഥം വെക്കുക. നമ്മളെ ബിസ്മി അല്ലല്ലോ. നമ്മളെ ബിസ്മിയാണെങ്കിൽ കിതാബ് പഠിക്കാൻ ഞാൻ തുടങ്ങി എന്ന് അർത്ഥം വെക്കണം. അത് മുസന്നിഫ് ഇട്ട ഇബാറത്താവുകൊണ്ട്, മുസന്നിഫ് എഴുതിയതുകൊണ്ട് ഈ കിതാബ് രചിക്കാൻ ഞാൻ തുടങ്ങുന്നു എന്നാണ് മുത്തഅല്ലിഖ് സങ്കല്പിക്കേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയ മുത്തഖീങ്ങൾക്കാണ്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ. മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ. ഖാതമിൻ നബിയ്യീൻ. നബിമാരിൽ അവസാനത്തെ മുഹമ്മദ് നബി. ഖാത്തം എന്നാണ് അവസാനത്തെ പ്രവാചകൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹിൻ്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. ഇവിടെ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, സലാം പറഞ്ഞില്ലല്ലോ. കറാഹത്ത് വരൂലേ? കറാഹത്ത് വരൂല എന്ന് പറഞ്ഞാൽ ഫിഖ് പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരാൾ സ്വലാത്ത് ചൊല്ലി സലാം ചൊല്ലിയില്ലെങ്കിൽ അവിടെ കറാഹത്ത് വരുന്ന. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉണ്ടോ? അപ്പോൾ ഖുർആൻ പറഞ്ഞതാണ് സ്വലാത്തും സലാമും നിർവഹിക്കാൻ. അപ്പോൾ ഇവിടെ മുസന്നിഫ് എന്താണ് സലാം പറയാന്ന്? സലാത്ത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, സലാം പറഞ്ഞില്ലല്ലോ എന്നൊരാക്ഷേപം ഇവിടെ വരും, ഒരു ഇഷ്കാൽ ഇവിടെ വരും. അപ്പോൾ അതിനെ റദ്ദ്. എന്താണ് ഉത്തരം? അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കോഴിപ്പീടി പോയാൽ കോയിനറുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയലല്ലേ. അപ്പോൾ മുസന്നിഫ് അവർകൾ ഈ കിതാബ് രചന നടത്തിയപ്പോൾ നമ്മൾ ഹുസ്നുൽ ദന്ന് പ്രകാരം മുസന്നിഫ് വലിയാണ്, ആരിഫാണ്, വറഉള്ള ആളാണ് എന്നൊക്കെ നമുക്കറിയാം, ചരിത്രം നമ്മൾ പഠിച്ചു. അപ്പോൾ മുസന്നിഫ് എന്തായാലും ഇവിടെ സ്വലാത്തും സലാമും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹുസ്നുൽ ദന്ന് വെക്കുക, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക.
അതാണ് അതിൻ്റെ ജവാബ്. അപ്പോൾ സലാത്ത് പറഞ്ഞു, സലാം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞിക്കണു, എഴുത്തിലില്ല എന്നേ ഉള്ളൂ. കോഴിപ്പീടിയിൽ കണ്ടോ അപ്പോൾ എഴുത്തിലില്ല എന്നുള്ളൂ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്കാല് തട്ടിപ്പോയി. ആ ചോദ്യം മറുപടി നമ്മൾ പറഞ്ഞല്ലോ, മൂപ്പർ മുസന്നിഫ് രചനയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖാത്തം അവസാനത്തെ അന്ത്യ എന്നുള്ള അർത്ഥം, അന്ത്യപ്രവാചകൻ. വഅലാ ജമീഅൽ അംബിയാഇ വൽ മുർസലീൻ, മുഴുവൻ നബിമാരുടെയും മുർസലീങ്ങളുടെ മേലിലും സ്വലാത്ത് ഉണ്ടാവട്ടെ. എല്ലാ അംബിയ മുർസലീങ്ങളുടെ മേലും അള്ളാഹിൻ്റെ ഗുണം ഉണ്ടാവട്ടെ എന്ന ദുആ. അമ്മാ ബഅദു, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സ്വലാം തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം വല്ലതുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഇഷ്കാല്, അൽ അംബിയാ വൽ മുർസലീൻ എന്ന് എന്തിനു പറഞ്ഞു? കാരണം അംബിയ എന്ന് പറഞ്ഞാൽ ആമാണ്, മുർസലീൻ ഖാസാണ്. എന്തിനാ അപ്പം അങ്ങനെ പറഞ്ഞത്? അതൊക്കെ സാധാരണ നമ്മൾ പറയലുണ്ടല്ലോ, ഖുർആനിലൊക്കെ അങ്ങനെ വന്നിട്ടില്ലേ? ആദ്യം ആമ് പറയും, ഉടനെ ചിലപ്പോൾ ഖാസ് പറയും. അപ്പോൾ ആ ഖാസിനെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. ഇപ്പോൾ സൂറത്തുൽ ഖദ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, തനസ്സലുൽ മലായികതു വറൂഹു, അൽ മലായികതു എന്ന് ആമ് പറഞ്ഞു, പിന്നെയാണ് വറൂഹു എന്ന് റൂഹ് ഖാസ് പറഞ്ഞത്. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബിരിയിൽ വന്നു എന്ന്, ജിബിരിയിൽ ഇറങ്ങിയെന്ന. അപ്പോൾ ഈ റൂഹ് എന്ന് പറഞ്ഞ ജിബിരിയിൽ മലായികത്ത് പെട്ടതല്ലേ? അപ്പോൾ മുർസലീങ്ങൾ അംബിയായിൽ പെട്ടതല്ലേ എന്ന് ചോദിക്കണ്ട. അങ്ങനെ ചിലപ്പോൾ ആമ പറഞ്ഞതിന് ശേഷമൊക്കെ ആ ഖാസിനെ ഒന്ന് താലീം ചെയ്യാൻ വരാറുണ്ട്. അത് കുഴപ്പമില്ല, അങ്ങനെ വരും. പിന്നെ അപ്പോൾ ഈ കിതാബിൻ്റെ ചരിത്രം ഒക്കെ നമുക്കറിയാമല്ലോ. ലോകത്ത് ഖുർആന് കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ കിതാബ് ബുഖാരിയാണ്. ചില ആളുകൾ മുസ്ലിമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ച നമ്മളെ സബക്ക് ബുഖാരിയുടെ കിതാബ് സബക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആ ചർച്ച ഒന്നും ഇവിടെ ആവർത്തിക്കണില്ല. അവിടെ പറഞ്ഞ ചർച്ച തന്നെ ഇവിടെയും ചർച്ച ചെയ്യുക. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് വിരസത ഉണ്ടാകും. അപ്പോൾ ആ ചർച്ച ബുഖാരിനെ മുന്തിക്കണോ മുസ്ലിമിനെ മുന്തിക്കണോ എന്നുള്ള ചർച്ച നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ബുഖാരി സബക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്കൊക്കെ ഈ ബുഖാരി എന്ന കിതാബിനേക്കാളും കൂടുതൽ മുസ്ലിമിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ബുഖാരി സിഹത്തിൻ്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്താകുമ്പോൾ മുസ്ലിം ഇതിൻ്റെ തെർത്തീബ് വളരെ ഉഷാറാണ്. ബുഖാരിയേക്കാളും തെർത്തീബ് ഉഷാറാണ് മുസ്ലിം. നല്ല തെർത്തീബാണ് മുസ്ലിം, നല്ല വദഅാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇത് ഒരു താല്പര്യം വരുന്നത് കൊണ്ടാണ് ചില ആളുകൾ മുസ്ലിമാണ് ഉഷാർ എന്ന് ബുഖാരിനേക്കാൾ മുന്നിൽ വെക്കേണ്ടത് മുസ്ലിമാണ് ഒരു കീലുണ്ടാകാൻ കാരണം. നമ്മളതൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ബുഖാരി ദർസിൽ പറഞ്ഞിട്ടുണ്ട്, സബക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവർത്തനോടെ കൊണ്ടുവന്നില്ല. പിന്നെ നമുക്കറിയാം സിഹാഹു സിത്ത 6 സ്വഹീഹായ ഹദീസിൻ്റെ കിതാബുകൾ, സ്വഹീഹുൽ ബുഖാരി, 2 സ്വഹീഹ് മുസ്ലിം, 3 സുനൻ അബീ ദാവൂദ്, അതുപോലെ തന്നെ 4 സുനൻ തുർമുദി, 5 സുനൻ നസായി, 6 സുനൻ ഇബ്നു മാജ. ഇതൊക്കെ നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട കിതാബാണ് സ്വഹീഹ് മുസ്ലിം. അപ്പോൾ ആ സ്വഹീഹ് മുസ്ലിം പഠിക്കാൻ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് തുടങ്ങി വെച്ചു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഇബാറത്ത് വായിച്ച് ഇറങ്ങി ചെല്ലണം. മുസ്ലിമിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ധാരാളം ഷറഹുകളുണ്ടെങ്കിലും ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതിയ ഷറഹ് മുസ്ലിം എല്ലാവരും നോക്കുന്ന കിതാബാണ്. വലിയ സ്വീകാര്യത ലഭിച്ച കിതാബാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്കൊരൽപ്പൊക്കെ സൗകര്യം പോലെയൊക്കെ നോക്കണം. നമ്മൾ തുടങ്ങി വെച്ചു. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കണം. അപ്പോൾ ചോദ്യം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഈ കിതാബിൻ്റെ പേരെന്താണ്? സ്വഹീഹ് മുസ്ലിം. ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. 2, മുസന്നിഫിൻ്റെ പേരെന്താണ്? മുസ്ലിം ഇമാമന്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ പേര് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അബുൽ ഹുസൈൻ മുസ്ലിം, എഴുതിക്കൊള്ളേ, അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് ഇബ്നു മുസ്ലിം അൽ കുശൈരി അൻ നൈസാബൂരിയു റളിയല്ലാഹു അൻഹു. ഇതാണ് മുഴുവൻ പേര്. 3 ഉസ്താദുമാർ ആരാണ്? ഒരു ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ, 2 അഹ്മദ് ഇബ്നു ഹംബൽ, മദ്ഹബിൻ്റെ ഇമാമാണ്. 3 ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി, 4 യഹ്യ ഇബ്നു മഈൻ, 5 ഇസ്ഹാഖ് ഇബ്നു മൻസൂബ്, 6 അബൂബക്കർ ഇബ്നു അബീ ശൈബ, 7 അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ, 8 അബൂ ഖുറൈബ് മുഹമ്മദ് ഇബ്നു അലാ, 9 മുഹമ്മദ് ഇബ്നു അബ്ദില്ല, 10 അബ്ദു ഇബ്നു ഹുമൈദ്. ഇങ്ങനെ 10 ഉസ്താദുമാരുടെ പേര് എഴുതുക. 4 ശിഷ്യന്മാരുടെ പേരുകൾ എഴുതുക. 4ാമത്തെ ചോദ്യങ്ങളാണ് പറഞ്ഞൊക്കെ നോട്ടുകൾ എഴുതിക്കോളി. മഹാന്റെ ശിഷ്യന്മാരുടെ പേര്. ഉസ്താദുമാർ 11ാമത്തെ ഉസ്താദുമാരെ ഇരിക്കണേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. 12ാമത്തെ ഉസ്താദ് ഇമാം
ദുഹലി റളിയല്ലാഹു അൻഹു. അങ്ങനെ 12 ഉസ്താദുമാരുടെ പേര് എഴുതുക. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ശിഷ്യന്മാരുടെ പേര് എഴുതുക. 1 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, 2 അബൂ ഹാത്തം മുഹമ്മദ് ബിൻ ഇദ്രീസ്, 3 അബൂബക്കർ മുഹമ്മദ് ബിൻ നദർ, 4 അലി ബിൻ അൽ ഹുസൈൻ, 5 സ്വാലിഹ് ബിൻ മുഹമ്മദ്, 6 അബൂ ഈസ തുർമുദി, 7 ഇബ്രാഹിം ബിൻ അബി ത്വാലിബ്, 8 അഹമ്മദ് ബിൻ സലമ, 9 അബൂബക്കർ ബിൻ ഹുസൈമ, 10 മക്കീ ബിൻ അബ്ദാൻ, 11 അബ്ദുറഹ്മാൻ ബിൻ അബി ഹാത്തം, 12 അബൂ ഹാമിദ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഷർഖി, 13 അബൂ അവാൻ അൽ ഇസ്ഫറായിൻ, 14 ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ സുഫിയാ. അങ്ങനെ 14 ശിഷ്യന്മാരുടെ പേര് എഴുതുക. അടുത്ത ചോദ്യം, കിതാബുകളുടെ പേര് എഴുതുക. 1 നമ്മളെ കയ്യിലുള്ള ഈ സ്വഹീഹ് മുസ്ലിം, 2 അൽ കുനാ വൽ അസ്മാ, 3 അൽ മുൻഫരിദാത്ത്, 4 അത്തബഖാത്ത്, 5 റിജാലു ഉർവത്ത് ബിൻ സുബൈർ, 6 അത്തമീസ്. ഇങ്ങനെ ധാരാളം കിതാബുകളുണ്ട്. ഇനി എണ്ണാണെങ്കിൽ കുറേ ഉണ്ട്. അടുത്തത് അൽ മുസ്നദ് കബീർ, അടുത്തത് അൽ ജാമിഉ അൽ കബീർ, അടുത്തത് അൽ ഇലൽ, അടുത്തത് അൽ അഫ്റാദ്, അടുത്തത് അൽ അഖറാൻ, അടുത്തത് സുആലാത്ത് അഹ്മദ് ബിൻ ഹംബൽ, അടുത്തത് ഹദീസ് അംർ ബിൻ ശുഐബ്, അടുത്തത് അൽ ഇന്തിഫാ മശായിഖ് മാലിക്, അടുത്തത് മശായിഖ് സൗരി, അടുത്തത് മശായിഖ് ശോഭ. ഇങ്ങനെ ധാരാളം ഉണ്ട്. മൻ ലൈസ ലഹു ഇല്ലാ റാവിൻ വാഹിദ് ഒരു കിതാബിൻ്റെ പേരാണ്. മറ്റൊരു കിതാബ് കിതാബുൽ മുഖ്ലറമീൻ, മറ്റൊരു കിതാബ് ഔലാദ് സ്വഹാബ. ഇങ്ങനെ ധാരാളം കിതാബുകളുടെ പേരുകൾ കാണാൻ പറ്റും. ഇരിക്കട്ടെ, മഹാനവറുകളെ പറ്റി നമുക്ക് പറയണം. ഹദീസിനെ പറ്റി കുറേ പറയാനുണ്ട്. ഹാഫിദ് എന്നാണ് 1,00,000 ഹദീസ് ഹിഫ്ളുള്ള ആൾക്കാണ് ഹാഫിദ് എന്ന് പറയുന്നത്. ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി കേട്ടില്ലേ? ഹാഫിദ് 1,00,000 ഹദീസ് ഹിഫ്ള് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹാഫിദ് എന്ന് പറയും. ഹാഫിദ് ബിൻ ഹജർ. 1,00,000 താഴെ 20,000 40,000 ഹിഫ്ളുള്ളൂ എങ്കിൽ അവർക്ക് മുഹദ്ദിസ് എന്ന പേര്. ഇപ്പം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഷാഫി ഇമാമൊക്കെ 10,00,000 ഹദീസ് മനപ്പാടാം, ഒരു വലിയ സ്ഥാനം. അപ്പം 3,00,000 ഹദീസ് മനപ്പാടുണ്ടെങ്കിൽ അവർക്ക് ഹുജ്ജത്ത് എന്ന ഒരു പേര്. അപ്പം ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വരുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ബുഖാരിയിലുള്ള ഹദീസിനേക്കാളും കൂടുതൽ ഹദീസുണ്ട്, മുസ്ലിമിൽ തോന ഹദീസുണ്ട്. ചില മഹാന്മാരൊക്കെ മുസ്ലിമിൽ 12,000 ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 12,000 ഹദീസ് എന്താ അങ്ങനെ? 12,000 എന്ന് പറഞ്ഞാൽ ആവർത്തനത്തോട് കൂടിയാണ് 12,000 എന്ന് പറയുന്നത്, തക്കറാറോട് കൂടെ. ചില ആളുകൾ 40,000-ഓളം ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പ്രത്യേക പുതിയ കിതാബ് വാങ്ങിയതുണ്ട്. മുസ്ലിം മുഴുവനായിട്ട് 2 വാള്യത്തിലാണ് ഇത് തയ്യാർ ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള കിതാബ് അത് ഓരോ ഹദീസിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയപ്പോൾ 7,562 ഹദീസാണ് കാണുന്നത്. അപ്പോൾ 4,000 എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ തക്കറാറും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ മാറും. ധാരാളമുണ്ട്. അള്ളാഹു നമുക്ക് ആ മശായിഖിൻ്റെ ബർക്കത്തുകൊണ്ട് ധാരാളം ഇൽമു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ് മുസ്ലിം. ബാക്കി ഇൻഷാ അല്ലാഹ് കുറച്ച് അരമുക്കാൽ മണിക്കൂറിൻ്റെ വോയിസുകൾ വരുന്ന ദിവസം നമുക്ക് വീഴണം. ഇന്ന് തുടങ്ങി വെച്ചിട്ടല്ലേ. മശായിഖിൻ്റെ പേരിലും മുസന്നിഫീങ്ങളുടെ പേരിലും ഉസ്താദുമാരുടെ പേരിലും പ്രത്യേകിച്ച് ഈ കിതാബിൻ്റെ രചയിതാവ്, ഇതിന് ഷറഹ് ചെയ്ത നവവി ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫിൻ നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലൊക്കെ എല്ലാ ആളുകളും ഫാത്തിഹ യാസീനൊക്കെ ഓതുക. അവരൊക്കെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക. കാരണം അവരുടെയൊക്കെ ത്യാഗം വല്ലാത്ത ത്യാഗമാണ്. ഒരു 55 വയസ്സുള്ളൂ നമ്മുടെ മുസ്ലിം ഇമാം ജീവിച്ചിട്ട്. 261 വഫാത്ത്, 206 ജനനം, റജബ് 25 ഞായറാഴ്ച വഫാത്തായി. അവരുടെ ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി നടക്കുക. പല നാട്ടുകൂടി നടന്നു. ഇജാസിലൂടെ സഞ്ചരിച്ചു, ഷാമിലൂടെ സഞ്ചരിച്ചു, ഖുറാസാനിൽ സഞ്ചരിച്ചു, ഇറാഖിലൂടെ സഞ്ചരിച്ചു. ഇങ്ങനെ അറിവിന് വേണ്ടി അവരെ അലയാണ്. നമുക്കൊന്ന് അറിവിന് വേണ്ടി പൗർക്കും പോകണ്ട. നമുക്ക് അറിവിന് കോളേജ് ഒറ്റ സ്ഥാപനത്തിൽ പോയാൽ മതി. എല്ലാ ഇൽമും അവിടെ കിട്ടും. മുൻഗാമികൾ അങ്ങനെയല്ലേ, ഓരോ ഇൽമിന് ഹദീസിന് അവിടെ പോകുന്നു, ഫിക്കിന് അപ്പുറത്ത് പോകുന്നു, നെഹ്വിന് അപ്പുറത്ത് പോകുന്നു. ഇങ്ങനെ പല ഭാഗത്ത് ഇൽമിന് വേണ്ടി അലയുകയാണ്. ഇന്നത്തെ കാലത്ത് ഇൽമ് നമ്മുടെ മദ്രസകളിൽ കോളേജുകളിൽ സുലഭമായി നല്ല റാഹത്തിൽ കരിക്കുലം നിയമം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമുക്ക് അതിലും ആശ്വാസം, നമ്മുടെ ഫോണുകളിലേക്ക് എല്ലാ അറിവുകളും വന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. നാഫിയായ ഇൽമു അള്ളാഹു നൽകട്ടെ. ദുആ വസിയ്യത്തോടെ എല്ലാവരും ഇതൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഭാഗങ്ങൾ ചോദ്യോത്തരം പ്രത്യേകം ചോദ്യം എഴുതണം, ഉത്തരം എഴുതണം, ആശയങ്ങളൊക്കെ എഴുതണം. അള്ളാഹു നമുക്കൊക്കെ വലിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ, തറഖി നൽകി അനുഗ്രഹിക്കട്ടെ, എല്ലാ ആഫത്തിനും തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.